السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. بسم الله الرحمن الرحيم. الذين آمنوا وكانوا يتقون لهم البشرى في الحياة الدنيا وفي الآخرة لا تبديل لكلمات الله ذلك هو الفوز العظيم. صدق الله العلي العظيم. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, കഴിഞ്ഞ റബീഉൽ അവ്വൽ മാസത്തിലും ഈ പരിശുദ്ധമായ റബീഉൽ ആഖിർ മാസത്തിലും 40ഓളം ദിവസങ്ങളായി നാം നടത്തിവരുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും ജിലാനി തങ്ങളുടെയും നസീഹത്ത് ഇൻഷാ അല്ലാഹ് ഇന്ന് സമാപിച്ച് നാളെ അതിന്റെ ദുആ മജ്ലിസ് നടക്കുകയാണ്. സഹകരിച്ച പ്രവർത്തിച്ച എല്ലാ ആളുകൾക്കും ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ ഷെയ്ഖ് ജിലാനി റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹു തആല മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേരായ മാർഗത്തിൽ കൂടെ അവിടുത്തെ പ്രത്യേക പരിപാലനത്തിൽ കൂടെയാണ് അല്ലാഹു തആല വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്. ഖാല ശൈഖ് ശിഹാബുദ്ദീൻ അസ്സഹ്റാവർദി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, സമയത്തു അശ്ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, മഹാനായ ഷെയ്ഖ് ജീലാനി തങ്ങൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടുചപ്പോൾ, കുല്ലു വലിനരാ ഖദമി നബി, എല്ലാ നബിമാരും ഓരോ പ്രവാചകന്റെയും പാദത്തിന്റെ മേൽ ആണ്. വാനാല ഖദമി ജദ്ദി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ എൻ്റെ വലിയപ്പയായ മഹാനായ ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാദത്തിന്റെ മേലാകുന്നു. വകുല്ലു വലില്ലഹു ഖദമുൻ വ ഇന്നി അലാ ഖദമിൻ നബിയ്യി ബദ്രിൽ കമാലി. വകുല്ലു വലിൻ, എല്ലാ മഹാന്മാരായ ഔലിയാക്കളും ലഹു ഖദമുൻ, ഓരോ വലിയനും ഓരോ തുടർച്ചയുണ്ട്. വ ഇന്നി അലാ ഖദമിൻ നബിയ്യി, ഞാൻ ഒരു നബിയുടെ തുടർച്ചയിലാണ്. അങ്ങനെയുള്ള നബി ബദ്രിൽ കമാൽ, പൂർണ്ണ പൗർണമിയായ നബിയുടെ തുടർച്ചയിലാകുന്നു എന്ന് ഫുതൂഹുൽ ഗൈബിൽ നമുക്ക് കാണാൻ കഴിയുന്നു. വമൻ ഫീ റിജാലില്ലാഹി നാലാ മകാനതി വജദ്ദി റസൂലുള്ളാഹി ഫിൽ അസ്ലി റബ്ബാനി. വീണ്ടും മഹാനായ ശൈഖ് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ ഔലിയാക്കൾ ആരുണ്ട് എന്റെ പദവി എത്തിച്ചവർ? യഥാർത്ഥത്തിൽ എന്റെ പിതാമഹനായ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്നെ പരിപാലിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ വളർത്തിക്കൊണ്ടുവന്ന മഹാനായ അവിടുത്തെ പേരക്കുട്ടി ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ഉന്നതമായ പദവി കരസ്ഥമാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം തീർച്ചയാണ്. ആ മഹാനായ വലിയനെ ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിനെ നമ്മുടെ ജീവിതത്തിൽ പകർത്തണം, നമ്മുടെ ജീവിതത്തിൽ എത്തിക്കണം. അതിനുവേണ്ടി അദ്ദേഹത്തിന്റെ ത്വരീഖത്ത്, അദ്ദേഹം കാണിച്ചു തന്ന നല്ല വഴികൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ കഴിയണം. എന്നാൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന നേട്ടങ്ങൾ, നരകത്തിൽ നിന്റെ മോരീദാരുമില്ലെന്ന് നരകത്തെ കാക്കും മാലക്ക് പറഞ്ഞോവർ. 46-ാമത്തെ ബൈത്തിൽ പറയുകയാണ്, നരകത്തിൽ നിന്റെ മോരീദാരുമില്ലെന്ന്. നരകം കാക്കുന്ന മലക്കോട് ഷെയ്ഖ് ഇപ്രകാരം ചോദിച്ചു, എന്റെ മുരീദുമാരാരെങ്കിലും നരകത്തിൽ കടക്കുമോ? മറുപടിയായി പറഞ്ഞു, ഇല്ല എന്ന് മലക്ക് മറുപടി പറയുകയാണ്.
ഈ സംഭവം ബഹുമാനപ്പെട്ട ഷേഖ് ജീലാനി തങ്ങളവർകൾ രേഖപ്പെടുത്തുന്നു. ഷേഖ് അബുൽ ഹസൻ ഖുറശി റളിയല്ലാഹു അൻഹു പറയുന്നു, ഷേഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, തക്കാക്കുന്ന മാലിക് എന്ന മലക്കിനോട് ഞാൻ ഇപ്രകാരം ചോദിച്ചു, എന്റെ മുരീദുകൾ ആരെങ്കിലും ഉണ്ടോ, നരകത്തിലുണ്ടാകുമോ എന്ന് ചോദിച്ചു. ഇതിന് ഇല്ല എന്ന മറുപടിയാണ് ബഹുമാനപ്പെട്ട മാലിക് റളിയല്ലാഹു അൻഹു നൽകിയത് എന്ന് ബഹ്ജയുടെ 100-ാമത്തെ പേജിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ഈ മഹാനായ ഗൗസ് റളിയല്ലാഹു അൻഹുവിനെ ഷേഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിനെ അംഗീകരിക്കാനും അദ്ദേഹത്തിന്റെ ആ പന്താവിനെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനും അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ ഗൗസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെയുള്ള വലിയ സ്ഥാനമാനങ്ങൾ നേടിയെടുക്കാൻ അദ്ദേഹത്തിന് സാധ്യമായത് അല്ലാഹു തആല മഹാനവർകൾക്ക് അല്ലാഹു തആല കൊടുത്ത ഉന്നതമായ പദവിയാണ്. ആ പദവി കൊണ്ട് ആയിരക്കണക്കായ മുഅ്മിനീങ്ങളെ രക്ഷപ്പെടുത്താൻ അവർക്ക് സാധ്യമാകുകയാണ്. ഒരിക്കൽ ഇബ്ലീസുൽ ലഈൻ അവരെ ചതിക്കാൻ വേണ്ടി വന്നു. ആ സമയത്ത് പോലും ഇബ്ലീസിനെ പരാജയപ്പെടുത്താൻ ബഹുമാനപ്പെട്ടവർക്ക് കഴിയുകയാണ്. ഇബ്ലീസ് അവരെ ചാദിപ്പാനായി ചെന്നാരെ ഇബ്ലീസെ ചാച്ചി കീടത്തി അയച്ചോവർ. ശൈഖ് അവർകളെ വഞ്ചിക്കാനായി വന്ന ശൈത്വാൻ ഭൂമിയിൽ ആഴ്ത്തപ്പെട്ടു പോയി എന്ന് ബഹുമാനപ്പെട്ട ഗൗസ് അവർകൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഷേഖ് അബൂ മുഹമ്മദ് സിരീത്വനി റളിയല്ലാഹു അൻഹു പറയുന്നു, ഷേഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു പറയുന്നതായി ഞാൻ കേട്ടു. ആളുകൾ താമസമില്ലാത്തൊരു ഭാഗത്ത് രാവും പകലും ബഹുമാനപ്പെട്ട ഗൗസ് അവർകൾ താമസിച്ചു. ബഗ്ദാദിലേക്ക് പോകുമ്പോൾ പിശാചികൾ അണിയണിയായി നടന്നും വാഹനം കയറിയും എന്നെ സമീപിക്കാറുണ്ട്. ഭീകരരൂപത്തോടുകൂടെയും ആയുധങ്ങളോടുകൂടെയും ശൈത്വാന്മാര് ഗൗസിന്റെ അരികിലേക്ക് വരികയാണ്. അപ്പോൾ ഗൗസ് റളിയല്ലാഹു അൻഹു വലിയ മനക്കരുത്തോടുകൂടെ അവരെ നേരിടുന്നു. എന്റെ ഉള്ളിൽ നിന്ന് ഒരു പ്രത്യേകമായ വിളിയാളം എനിക്കുണ്ടാകുകയാ, യാ അബദൽ ഖാദിർ, നിങ്ങൾ അവരെ നേരിടുക, തീർച്ചയായും നിങ്ങൾ വിജയിക്കും, നിങ്ങൾക്ക് നാം കരുത്തേകിയിരിക്കുന്നു എന്ന് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് വിളിയാളം ഉണ്ടാകുകയാണ്. ഒരിക്കൽ വിരൂപിയായ ഒരു മനുഷ്യൻ നാറിയായ രീതിയിൽ എന്നെ സമീപിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇബ്ലീസാണ്, നിങ്ങളെ പരിചരിക്കാനാണ് ഞാൻ വന്നത്. എന്നെയും എന്റെ അനുയായികളെയും നിങ്ങൾ പരാജയപ്പെടുത്തിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളെയൊന്ന് വേണ്ടതുപോലെ പെരുമാറാൻ ഞാൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കടന്നുപോ എന്ന് പറയുകയാണ്. അവൻ പോകാൻ കൂട്ടാക്കിയില്ല, ഇബ്ലീസ് പോകാൻ കൂട്ടാക്കിയില്ല. അപ്പോൾ എന്റെ മുകളിൽ ഒരു കൈ പ്രത്യക്ഷപ്പെട്ടു. ആ കൈ അവന്റെ നെറുതലയിൽ ആഞ്ഞടിച്ചു. റസൂലുള്ളാഹി പറയുകയാണ്, അവൻ ഭൂമിയിലേക്ക് താഴ്ന്നു പോകുകയും ചെയ്യുന്നു. ഇതാണ് മാലയിൽ പറഞ്ഞത്, ഇബ്ലീസ് അവരെ ചതിപ്പാനായി ചെന്നാരെ ഇബ്ലീസെ ചാച്ചി കീടത്തി അയച്ചോവർ. ഇങ്ങനെ വലിയ സ്ഥാനമാനങ്ങൾ ബഹുമാനപ്പെട്ട ഗൗസ് റളിയല്ലാഹു അൻഹു എനിക്ക് അല്ലാഹു തആല നൽകുകയാണ്. ഇബ്ലീസുമായി ബന്ധപ്പെട്ട വലിയ ചരിത്ര സംഭവങ്ങൾ പലപ്പോഴും പല മഹാന്മാർക്കും ഉണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, വക്കലനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ എന്നെ ഏൽപ്പിക്കുകയാണ്, സക്കാത്ത് റമളാനിൽ ലഭിച്ച സക്കാത്ത് കൊടുക്കുന്ന സൂക്ഷിക്കാൻ വേണ്ടി. ഫാതാനിയാത്തിനപ്പോൾ എന്റെ അരികിലേക്ക് വരുന്നു ഒരാൾ, ഫജാല യശ്ശുബു മിന ത്വാം, അദ്ദേഹം ഭക്ഷണത്തിൽ നിന്ന് സക്കാത്തിന്റെ സ്വത്തിൽ നിന്ന് വാരിക്കൂട്ടി അദ്ദേഹം കൊണ്ടുവന്ന പാത്രത്തിലേക്കാക്കുകയാണ്. ഫാഖത്തു, ഞാൻ അദ്ദേഹത്തെ പിടിച്ചു. വഖുൽതു, ഞാൻ അവനോട് പറഞ്ഞു, ലാർഫഅന്നക ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞാൻ ഇന്ന റസൂലുള്ളാഹിന്റെ അരികിലേക്ക് കൊണ്ടുപോകും. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒരുപാട് മക്കളുണ്ട്, പ്രയാസമുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, കുടുംബങ്ങളുണ്ട്,
ഇങ്ങനെ ബഹുമാനപ്പെട്ട അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന് അദ്ദേഹത്തെ വിട്ടയക്കുകയാണ്. രാവിലെ മഹാനായ റസൂലുള്ളാഹിന്റെ തിരുമുന്നിലേക്ക് ചെന്നപ്പോൾ അവിടുന്ന് ചോദിച്ച അബീ ഹുറൈറ, ഇന്നലെ വന്ന ആ ആളുടെ അവസ്ഥ എന്ത്? ശൈത്വാനാണ് വന്നിരുന്നത്. ആ ആളുടെ അവസ്ഥ എന്ത്? അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വിട്ടയച്ചതും പറഞ്ഞു. എന്നാൽ ഇന്ന് വരും, രണ്ടാമതും വന്നോ, മൂന്നാമതും വന്നോ. മൂന്നാമത്തെ ദിവസം ആയത്തുൽ കുർസി പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ വിട്ടയക്കുന്നത്. ഖാനായ ശൈഖ് റളിയല്ലാഹു അൻഹുവോട് അബീ ഹുറൈറയോട് വന്ന ആ സൃഷ്ടി അവിടെ നിന്ന് പറയുകയാണ്, ഇതുപോലുള്ള വിഷമകരമായ കാര്യങ്ങൾ നിങ്ങൾക്കില്ലാതെയാവാൻ കിടക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ആയത്തുൽ കുർസി ഓതി കിടക്കുക. ഈ ഇൽമ പഠിപ്പിച്ചതിന്റെ പേരിൽ നിങ്ങൾ എന്നെ വിട്ടയക്കണമെന്ന് പറഞ്ഞു. വിട്ടയച്ചു. റസൂലുള്ളാഹിന്റെ അരികിലേക്ക് ചെന്നപ്പോൾ അള്ളാന്റെ റസൂൽ പഠിപ്പിച്ച ഇൽമിനെ കുറിച്ച് അനുവാദം നൽകിയെങ്കിലും അവിടുന്ന് ചോദിച്ചു, ആരായിരുന്നു വന്നതെന്നറിയുമോ? അവിടെന്ന് പറഞ്ഞു, എനിക്കറിയില്ല റസൂലേ. അവിടെന്ന് പറഞ്ഞു കൊടുക്കുന്നു, അത് ഇബ്ലീസാണ്. ഇബ്ലീസുൽ ലഈനാനിന്റെ അരികിലേക്ക് വന്നിട്ടുള്ളത്. ഇങ്ങനെ ഇബ്ലീസ് മഹാന്മാരെ വഴിതെറ്റിപ്പിക്കാനും അവരെ വിഷമകരമായ അവസ്ഥയിലാക്കാനും ഒക്കെ ഇബ്ലീസ് വരുന്ന അവസ്ഥ പല രീതിയിലുമുണ്ട്. നിങ്ങൾ ഇബ്ലീസ് ഒരിക്കൽ മഹാനായ ഗൗസിന്റെ അരികിലേക്ക് വന്നത്, പാമ്പിന്റെ കോലത്തിൽ ജിന്നുകൾ ചെന്നാരെ ഭയമേതും കൂടാതെ പറിച്ചിട്ടെറിഞ്ഞോവർ. തന്നെ ഭയപ്പെടുത്താൻ പാമ്പിന്റെ രൂപത്തിൽ ചെന്ന ജിന്നുകളെ ശൈഖുറുകളെ ഭയപ്പെടാതെ തട്ടിമാറ്റുകയാണ്. ഒരിക്കൽ നിസ്കാരത്തിന്റെ വേളയിൽ വന്നപ്പോൾ അവിടുന്ന് തട്ടിമാറ്റി. അത്തഹിയ്യാത്തിലിരിക്കുന്ന സമയത്ത് മഹാനായ ഗൗസ് റളിയല്ലാഹു അൻഹുവിന്റെ തുടയിലൂടെ കയറി പിരടിയിൽ ചുറ്റി നിൽക്കുകയാണ്. ബഹുമാനപ്പെട്ടവർ അതിനെ പിടിച്ചിട്ടെറിയുന്നു. സലാം വീട്ടിയപ്പോൾ അതിനെ കണ്ടില്ല. പിറ്റേ ദിവസം പള്ളിയുടെ പുറത്തുള്ള ഉപയോഗശൂന്യമായ സ്ഥലത്തൊരു വ്യക്തിയെ ഞാൻ കണ്ടു. ഗൗസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അയാളോട് ഞാൻ ചോദിച്ചു, എന്താ നിന്റെ അവസ്ഥ? അയാളുടെ 2 കണ്ണും നീളത്തിലാണ് കീറിയിരിക്കുന്നത്. അതൊരു ജിന്നാണ് നിനക്ക് മനസ്സിലായപ്പോൾ ആ ജിന്ന് പറഞ്ഞു, ഇന്നലെ നിങ്ങൾ കണ്ട പാമ്പ് ഞാനാണ്. ഔലിയാക്കളിൽ പലരെയും ഞാൻ പരിശോധിച്ചോ, നിങ്ങളെ പരിശോധിച്ച ഇതേ രൂപത്തിൽ തന്നെ പരിശോധിച്ചോ. നിങ്ങൾ ഉറച്ചു നിന്ന പോലെ അവരാരും ഉറച്ചു നിന്നിട്ടില്ല. അവരിൽ ഉള്ളും പുറവും പിടച്ചവരുണ്ട്, ഉള്ളു പിടച്ചവരുണ്ട്, പുറം പിടച്ചവരുണ്ട്. നിങ്ങളുടെ ധീരതയും നിങ്ങളുടെ ഈ പ്രത്യേകമായ സാഹചര്യവും ഒരാൾക്കും നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ ഏത് വസ്തുവിനെയും വകവരുത്താൻ ഏത് ജിന്നുകൾ, ഏത് ശൈത്വാനുകൾ ഏത് കോലത്തിൽ വന്നാലും അവരെയെല്ലാം പരാജയപ്പെടുത്താൻ മഹാനായ ഗൗസ് റളിയല്ലാഹു അൻഹുവിന് സാധ്യമായിരുന്നു. ഇത്രയും ശ്രേഷ്ഠമേറിയ മഹാനായ ഗൗസിനെയാണ് നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാവേണ്ടത്. ഇൻഷാ അല്ലാഹ് ഈ ചരിത്ര സംഭവങ്ങളൊക്കെ നമ്മൾ വേണ്ടതുപോലെ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട ഗൗസ് റളിയല്ലാഹു അൻഹു നമ്മൾ അംഗീകരിക്കണം. മാലയുടെ അവസാന ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും, ഇത്തീരെ പോരീശ ഉള്ളൊരു ശൈഖിനെ ഇട്ടേച്ച് വീടേക്ക് പോകുന്നു ലോകരെ. ഖാനവർകളെ സ്വീകരിക്കാൻ നമ്മോട് കഴിയണം. എല്ലാരെ കോഴിയും കൂകിയടങ്ങുമേ, മുഹിയുദ്ദീൻ കോഴി ഖിയാമത്തോളം കൂകും. ആഖിറം തന്നെ കൊതിയുള്ള ലോകരെ അവരെ മുരീദായി കൊള്ളുവിനപ്പോളെ. ആ മഹാനവർകളെ മുരീദായി സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ, ഔലിയായിന്റെ മേഖലയിൽ കൂടെ മുന്നോട്ട് പോവാൻ റഹ്മുർവാഹിമായ രാജസയ്യിദായ മാലിക്കുൽ മുലൂക്കായ തമ്പുരാൻ നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ നമ്മുടെ സമാപനം കുറഞ്ഞ നസീഹത്തും അതിനുശേഷം മുഖ്യമായും പ്രാർത്ഥനയുമാണ് നടക്കുന്നത്. സഹകരിച്ച നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാർ, നേതാക്കൾ, പണ്ഡിതന്മാർ, മാതാപിതാക്കൾ, കുടുംബങ്ങൾ, മക്കൾ തുടങ്ങി എല്ലാവർക്കും വേണ്ടിയുമുള്ള പ്രാർത്ഥന നാളെ നടക്കുകയാണ്. എന്റെ ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന മുഴുവൻ ആളുകളും ആ പ്രാർത്ഥനാ മജ്‌ലിസിൽ പങ്കെടുത്തുകൊണ്ട് കൃത്യമായി ആമീൻ പറഞ്ഞു
അതൊരു മജ്‌ലിസിൽ പങ്കെടുക്കുന്ന രീതിയിൽ ഏത് സമയത്താണോ നിങ്ങൾ അത് തുറന്ന് കേൾക്കുന്നതെങ്കിൽ ആ സമയത്ത് ആ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഗൗസുൽ ആലമിന്റെയും മുത്തു റസൂലുള്ളാഹിന്റെയും ഒക്കെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ദുആ സ്വീകരിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടുകൂടെ നിങ്ങളെല്ലാവരും അതിൽ പങ്കെടുക്കണം. അല്ലാഹു തആല ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും.